The Gospel according to St. Matthew, chapter 1, verse 20, the second part. ദാവീദിൻ്റെ മകനായ ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. We have about 14 first communicants today in our midst. Focusing our attention to the scripture portion that is read today, let us ask the basic question: what is the purpose of human life? I know that the first communicants are all ambitious people, and they are all growing. And the question that they may ask today is, what is the purpose of human life? The purpose of human life is to obey the Creator God and to be in His purpose. The purpose of human being is to obey the Creator God and to be in His purpose. ദൈവം ജോസഫിനെ വിളിച്ച് വേർതിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ജോസഫിനോട് പറയുന്നതായിട്ടുള്ള ദൂത് ഇതാണ്: You are called by the Creator God, and therefore what is to happen in your life is the purpose of God. അതുകൊണ്ട് ദാവീദിൻ്റെ മകനായ ജോസഫേ, നീ ശങ്കിക്കേണ്ട. നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുക. അവൾ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാകുന്നു. This is the Lord's doing. Therefore, do not hesitate, but accept. In the first communicants, അവരുടെ സമർപ്പണ ശുശ്രൂഷയുടെ വേളയിൽ പറയും, I renounce Satan and I accept Jesus as my Christ and Lord. When we confess that faith, God is wanting us to live according to His will. God has created each one of you to be in His purpose. ക്രിസ്മസിൻ്റെ കാരൽ സർവീസ് ഇന്നലെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളെല്ലാവരും രാവിലെ 7:30 മണിക്കുള്ള വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ വന്ന് സംബന്ധിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ക്രിസ്മസ്? ദൈവം മനുഷ്യനെ അന്വേഷിക്കുകയാണ്, മനുഷ്യത്വം എന്ത് എന്ന് അവനെ പഠിപ്പിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് എത്തുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നൈസീൻ ക്രീഡിൻ്റെ 1700-ാം ആണ്ട് ആഘോഷിക്കുന്നതായുള്ളൊരു വേളയാണിത്. And the main debate that was there in that gathering together of the church leaders is the debate whether God in Jesus Christ is fully human or fully divine. ദൈവത്തിന് താഴെയാണോ കർത്താവായ യേശു ക്രിസ്തു, അതോ ദൈവത്തിന് തുല്യമായിട്ടാണോ? ഞാൻ ഈ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് മനസ്സിൽ ആവശ്യമില്ലാത്ത സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. നൈസീൻ ക്രീഡ് ചൊല്ലിയതിന് ശേഷമാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്, നാം എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. He is fully God, He is fully human. Nothing inferior to the Almighty God. He is equal with the God. He is God. അപ്പം മനുഷ്യനെ അന്വേഷിച്ച ഒരു മനുഷ്യനായി തീരുന്ന ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ എന്താണ് പൂർണ്ണ മനുഷ്യത്വം എന്നത് നമ്മെ പഠിപ്പിക്കുകയാണ്.
Adam, where are you? വേദപുസ്തകത്തിൻ്റെ പേജ് തുറക്കുന്നതായുള്ള അവസരത്തിൽ നാം കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദൈവം മനുഷ്യനോട് ചോദിക്കുകയാണ്, വേർ ആർ യു? എന്താ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ, മറന്നിരിക്കാൻ, ഒളിച്ചിരിക്കാൻ? എന്താ കാരണം? He disobeyed God. Sin is alienating us from the presence of the divine Almighty. Sin. അതുകൊണ്ട് ജോസഫിനെ നൽകുന്നതായുള്ളൊരു ദൗത്യം, ഈ മറിയയിൽ ഉൽപ്പാദിതമാകുന്ന പരിശുദ്ധാത്മാവിനാൽ ജനിക്കുവാനായിട്ട് പോകുന്ന പൈതലിന് നീ യേശു എന്ന പേരിടണം. അവൻ തൻ്റെ ജനത്തെ പാപങ്ങളെ മോചിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. ഹീ ഈസ് ദ റിഡീമർ, ഹീ ഈസ് ദ സേവിയർ. And that task is given to Joseph. Who wanted to go away from Mary. അവൻ നീതിമാനായതുകൊണ്ട് അവളെ ഗൂഢമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് താല്പര്യപ്പെട്ട വ്യക്തി. അവൾക്ക് ലോകാപവാദം വരുവാനായിട്ട് അവനിഷ്ടമില്ല. അപ്പോഴാണ് ദൈവം ഇൻ്റർവ്യൂ ചെയ്ത് അവനോട് പറയുന്നത്, ജോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. യു എംബ്രേസ്. സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചതായുള്ള മനുഷ്യനും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായുള്ള ഓരോ നിമിഷവും ദൈവം നമ്മെ അന്വേഷിക്കുകയാണ്. Where are you, human being? Where are you, man? Where are you, woman? ദൈവം അന്വേഷിക്കുകയാണ്. There are people who are lost, people who are the least, and people who are the last. ഇന്ന് രാവിലെ ബ്ലസ്സി രചിച്ചതായുള്ള ക്രിസ്തോസ്റ്റം തിരുമേനിയുടെ ഒരു എപ്പിസോഡ് ഞാൻ കാണുകയുണ്ടായി. ആ എപ്പിസോഡിൽ ഒരു ആക്ടിവിസ്റ്റ് ലേഡി ഈസ് ഇൻ്റർവ്യൂയിങ് ക്രിസ്തോസ്റ്റം തിരുമേനി ആൻഡ് ആസ്ക് ദ ക്വസ്റ്റ്യൻ, വൈ ഈസ് ദർ എ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ? വളരെ ബുദ്ധിമാനായിട്ടുള്ള നമ്മളുടെ ക്രിസ്തോസ്റ്റം തിരുമേനി പറഞ്ഞു, there is no caste separation in the sight of God. So if you separate a human being, remember that you are alienating yourself from God. There is no caste discrimination for God. Everybody is equal. You and I, we are apple in the eye of God. We are precious. And God wants each one of us to carry out His purpose. We shouldn't forget that. There are people in Gaza, there are people in Nigeria, people in Sudan and Ukraine, where people are lost, where people are fleeing from that place. അതുകൊണ്ട് ദൈവം തന്നെ നമ്മോട് ചോദിക്കുന്നതായുള്ള ചോദ്യമുണ്ട്, വേർ ഇസ് യുവർ ബ്രദർ? കായിനോട് ചോദിച്ചതായുള്ള ചോദ്യമാണ്. ഹാബേലിനെ കൊന്നതായുള്ള അവസരത്തിൽ ഒരു മനുഷ്യനെ കൊന്നൊടുക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ലായിരുന്ന ഒരു മനുഷ്യ ആത്മാവിനോട് ചോദിക്കുകയാണ്, വേർ ഇസ് യുവർ ബ്രദർ?
അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇടത്താണ് ക്രിസ്മസ് യാഥാർത്ഥ്യമായിട്ട് തീരുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇടത്താണ് ക്രിസ്മസ് അർത്ഥവത്തായിട്ട് തീരുന്നത്. Are we concerned about fellow human beings? ഒരു ഡോക്ടർ വിൻസെൻ്റ് വാര്യത്ത് എഴുതിയതായുള്ള ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ട് പ്രകാരമാണ് കണ്ണാടി കതക് കടവ്. വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാനായിട്ട് പാടില്ല. അതിനകത്ത് പരോളിൽ ഇറങ്ങിയതായിട്ടുള്ള ഒരു മനുഷ്യനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങിയതായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം പുറത്തു വരുന്ന അവസ്ഥയിൽ ആരും അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല. അദ്ദേഹം പ്രിസണറാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഡ്രോ ചെയ്ത് ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഒരു ചെറിയ വീട് കണ്ടെത്തി അതിനകത്ത് താമസിക്കുകയാണ്. ഒരു മുറിയുടെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കഴിയുകയാണ്. ഒരു ദിവസം അദ്ദേഹം വിചാരിച്ചു ആ ജനലൊന്ന് തുറന്ന് പുറത്തുള്ള കാഴ്ച ഒന്ന് കാണാം. അങ്ങനെ കതക് ജനൽ തുറന്നതായിട്ടുള്ള അവസ്ഥ അദ്ദേഹം കാണുന്നത് തപ്പുറത്തുള്ളതായിട്ടുള്ള അതുപോലെ തന്നെ ഒരു ചെറിയതായിട്ടുള്ള വീട്. ആ വീടിൻ്റെ ജനൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു പൈതലിനെയാണ്. And the child smiled at this person. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ കതക് അടച്ച് അകത്ത് കയറി വീണ്ടും ഇരുന്നു. അന്ന് തുറന്നില്ല, അടുത്ത ദിവസം തുറന്നില്ല, പിന്നത്തെ ദിവസം തുറന്നില്ല. ഒരു തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിനൊരു ഉള്ളിലൊരു ആഗ്രഹം, ഒന്ന് തുറന്ന് നോക്കിയാലോ ആ കുഞ്ഞവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. അദ്ദേഹം വാതിൽ തുറന്ന് ജനലിൽ തുറന്ന് നോക്കിയതായുള്ള അവസ്ഥയിൽ അപ്പുറത്തെ ആ ജനലിൻ്റെ അവിടെ ആ കുഞ്ഞുണ്ട്. ഈ പ്രാവശ്യം കുഞ്ഞ് ചിരിക്കുക മാത്രമല്ല, കുഞ്ഞ് കൈകൊണ്ട് ഇങ്ങനെ കാട്ടി. അതോടുകൂടി ഈ ജയിലിലായിരുന്ന ആളിൻ്റെ ഹൃദയം അലിഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഹൃദയമൊക്കെ കൊട്ടിയടച്ചതായുള്ള മനുഷ്യനാണ്. ഇനി ആരുമായിട്ട് ബന്ധം വേണ്ട. എന്നാൽ ആ കുഞ്ഞിൻ്റെ ഒരു ചിരി കാണുകയും കൈ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹത്തെ സ്വാധീനിച്ചു. അടുത്ത ദിവസവും അദ്ദേഹം ജനൽ തുറന്ന് നോക്കി കുഞ്ഞിനെ കണ്ടു. കുഞ്ഞ് തിരിച്ചു, അത് കൈ കാട്ടി. അതിനുശേഷം ഒരു പാട്ട് പാടി. കുഞ്ഞ് ആ പാട്ട് പാടുക മാത്രമല്ല, കുഞ്ഞ് ആ പാട്ട് പഠിപ്പിക്കുകയോട് ചെയ്തു. ഈ ആളിനെ അവിടെ വന്ന് പാടി പഠിപ്പിച്ചു. ആ പാട്ടിൻ്റെ വരികൾ തന്നെ നിങ്ങൾ എന്നെ പുഞ്ചിരിക്കാൻ പഠിപ്പിച്ചു എന്നതാണ്. നിങ്ങൾ എന്നെ പുഞ്ചിരിക്കുവാൻ പഠിപ്പിച്ചു എന്നതാണ്. അത് ആ കൊച്ചിനോട് പറഞ്ഞു, എനിക്ക് ഇതുവരെ മാലാഖമാരിൽ യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല, എന്നാൽ നീ ഒരു മാലാഖയാണ്. അപ്പോൾ ആ കുഞ്ഞ് മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങൾ യേശുവാണ്. അപ്പോൾ അദ്ദേഹം മുറിയിലൊക്കെ ചെന്ന് കണ്ണാടിയിലൊക്കെ നോക്കി തൻ്റെ മുഖത്തെ ഒരു ക്രൂരഭാവമൊക്കെ ഉള്ളതെല്ലാം മാറ്റിയെടുത്ത് മുടിയൊക്കെ ഒന്ന് കത്തിരിച്ച് ഒരു നല്ല യേശുവായിട്ടൊക്കെ ചമഞ്ഞ് പിന്നെയും ചെല്ലുകയാണ്. There's a relationship that is maintained between the child and this person. പരോളിൽ ഇറങ്ങിയതാണ്, തിരിച്ച് ജയിലിൽ പോകണം. അദ്ദേഹം തിരിച്ച് ജയിലിൽ പോകുന്ന അവസ്ഥയിൽ പറയണേ, ഞാൻ പോയിട്ട് പിന്നെ വന്ന് നിന്നെ വീണ്ടും ഞാൻ കണ്ടുകൊള്ളാം, എനിക്ക് നിന്നെ കാണണം. ആർക്കാ അങ്ങനെ തോന്നുന്നത്? എൻ്റെ അമ്മ എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് അപ്പനെയും അമ്മയൊക്കെ കണ്ടതിന് ശേഷം പോകും. ഞാൻ മലബാറിലായിരുന്നു, അതുകൊണ്ട് വല്ലപ്പോഴേ വരുള്ളൂ. വരുമ്പോൾ വന്നിട്ട് പോകും. അപ്പോൾ പോകുന്ന അവസരത്തിൽ ആ വരാന്തയിലേക്ക് ഇറങ്ങി വന്ന് അവിടെ നിന്നോട് ചോദിക്കും, ഇനി എപ്പോഴാണ് വരുന്നത്? ഇനി എപ്പോഴാണ് വരുന്നത്? Who can ask that question? Only the mother. Where there is a love relationship, where there is a bonding of love.
ദൈവം ഈ മനുഷ്യനെ തേടിയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. ക്രൂരഭാവമല്ല, ആർദ്രതയുടെ മനസ്സുള്ളതായിട്ടുള്ള മനുഷ്യനെ കാണുന്നതിന് വേണ്ടിയിട്ട്. അതിനായിട്ടാണ് ജോസഫിനെ വിളിച്ച് വേർതിരിക്കുന്നത്. ഈ ക്രിസ്മസിൻ്റെ അവസരത്തിലുള്ള വേദഭാഗമൊക്കെ നാം വായിക്കുമ്പോൾ ആവർത്തിച്ച് കേൾക്കുന്നതായുള്ള ഒരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശങ്കിക്കേണ്ട. Don't be hesitant. Don't be anxious. Don't be afraid. ഈ മറിയ എന്ന കന്യക ജോസഫ് എന്നുള്ളതായുള്ള ഒരാൾ തൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ അനുഭവിക്കുവാനിടയാവുന്ന യാതനകൾ ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കും ബേത്ലഹേമോളം ഒന്നും യാത്ര ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുകയില്ലായിരുന്നു എന്നത്. ഉണ്ടാകും, കാരണം അത് ദൈവനിശ്ചയമാണ്. യേശുവിനെ ജനിക്കുവാനായിട്ടുള്ളത് ബേത്ലഹേമിലാണ്. കന്യക ഗർഭിണിയായി ഒരു പൈതലിനെ പ്രസവിക്കും എന്നൊക്കെ പറയുന്നതായില്ല പഴയ നിയമഭാഗത്തെ പറയുന്നുണ്ട്. അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. അത് ജോസഫിനെ നൽകുന്നതായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ്. ദിസ് ബേബ് വിൽ ബി ബോൺ ടു മേരി ഈസ് ഇമ്മാനുവൽ, ഗാഡ് വിത്ത് us. ജോസഫിന് നൽകിയതായിട്ടുള്ള ടാസ്ക്, യു കോൾ ഹിം ജീസസ് ബിക്കോസ് ഹി ഈസ് ദ റിഡീമർ, ഹി ഈസ് ദ സേവിയർ. ബട്ട് ഹി ഈസ് ഓൾസോ എ ഗാഡ് ഹു ഈസ് ഓൾവേസ് വിത്ത് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തോടു കൂടി ഇരിക്കുന്നതായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് ജോസഫിനോട് പറയുന്നത്, നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായുള്ള മനുഷ്യനുണ്ടാകുന്നതായുള്ള കാര്യങ്ങളാണ് ഭയപ്പാട്, ആശങ്ക. എന്തായി തീരുമെന്നുള്ളതിനെക്കുറിച്ച് ഒരു അവ്യക്തത, ഇതൊക്കെ അങ്ങനെയുള്ള മനുഷ്യർക്ക് ഉണ്ടാകുന്നതാണ്. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ നിന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ നീ അത് അനുസരിക്കുന്നതിനായിട്ട് തയ്യാറായാൽ ബാക്കി ഞാൻ നോക്കിക്കോളാം. God will take care of us when we are willing to obey Him. God will take care of us. അവൻ പോകേണ്ടതായുള്ള പാതയെ ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവൻ്റെ കരം തന്നെ നമ്മെ താങ്ങി വഴി നടത്തും. താങ്ങും തണലുമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ദൈവം. നിങ്ങളൊരു പക്ഷേ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ ഡെക്കറേഷനൊക്കെ നന്നായിരിക്കുന്നു. ഇത് ചെയ്തതായിട്ടുള്ള യൂത്ത് മെമ്പേഴ്സാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഐ കൺഗ്രാജുലേറ്റ് ദം, അപ്രീഷിയേറ്റ് ദ എഫേർട്സ്. ഒരു റീത്തിൻ്റെ നടുക്ക് 4 കാൻഡിൽസ് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ക്രിസ്മസിൻ്റെ ഡെക്കറേഷനിലൊന്നാണ്. എന്താണ് 4 കാൻഡിൽസിൻ്റെ അർത്ഥം? 4 കാൻഡിൽസ് നമ്മെ പഠിപ്പിക്കുന്നതായുള്ള വസ്തുത hope, joy, peace and love. Hope, joy, peace and love. ഇത് നമ്മിലൂടെ ഈ ലോകത്തിലേക്ക് ഒഴുകണം ക്രിസ്മസിൻ്റേതായുള്ള കാലയളവിൽ. ഈ മെഴുകുതിരി കത്തി കുറയുന്നത് പോലെ. മനുഷ്യനാവുക എന്നതാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. മനുഷ്യനായിട്ട് തീരുക. ബി എ ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻനെസ്, മനുഷ്യത്വം, മാനവികത എന്നൊക്കെ നാം പറയുന്നത് എവിടെയാണ് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത്? ഡോക്ടർ രാധാകൃഷ്ണൻ അംബാസിഡറായിട്ട് പല സ്ഥലങ്ങളിലൊക്കെ പോവുകയുണ്ടായി. റഷ്യയിൽ അദ്ദേഹം ചെന്നതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹത്തെ കാണുന്നതിനായിട്ട് ജോസഫ് സ്റ്റാലിൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെട്ടു. അങ്ങനെ ബുദ്ധിമാനായിട്ടുള്ള, ഫിലോസഫറായിട്ടുള്ള, തത്വശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ രാധാകൃഷ്ണൻ്റെ അടുത്ത് വന്നതായുള്ള അവസരത്തിൽ രാധാകൃഷ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞു, ജോസഫ് സ്റ്റാലിനോട് പറഞ്ഞു,
ഞങ്ങളുടെ നാട്ടിൽ ഒരു പരാക്രമശാലിയായ രാജാവുണ്ടായിരുന്നു. എന്നാൽ ആ രാജാവ് ആളുകളെയെല്ലാം യുദ്ധത്തിൽ കൊന്നൊടുക്കിയതായിട്ടുള്ള അവസരത്തിൽ അനുദപിച്ച് ഒരു സന്യാസിയായിട്ട് മാറി. ഒരുപക്ഷെ നിൻ്റെ ജീവിതത്തിലും ഇത് സംഭവിക്കാം. ആരും സ്റ്റാലിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാൻ ധൈര്യവും ഉണ്ടായിട്ടില്ല. എല്ലാം വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി തീർക്കുവാൻ ആഗ്രഹിക്കുന്നതാണ് പരാക്രമശാലി. ഈ ഡോക്ടർ രാധാകൃഷ്ണന് വൈസ് പ്രസിഡൻ്റായിട്ട് ഇന്ത്യയിലേക്ക് വരേണ്ടതായിട്ട് വന്നു. അപ്പോൾ അവിടെ ഒന്ന് യാത്രയപ്പുണ്ട്. അപ്പോൾ വീണ്ടും ജോസഫ് സ്റ്റാലിൻ ഡോക്ടർ രാധാകൃഷ്ണനെ കാണുന്നതിനായിട്ട് താല്പര്യപ്പെട്ടു. ആ അവസരത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഒന്ന് തലോടുകയും അദ്ദേഹത്തോടെ വളരെയധികം ആർദ്രതയോടുകൂടി പെരുമാറുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതായുള്ള ഒരു വാക്യം ഇപ്രകാരമായി രേഖപ്പെടുത്തിയിട്ടുള്ളത്: ഒരു ക്രൂര ജന്തുവിനോട് എന്ന പോലെ അല്ലാതെ ഒരു മനുഷ്യനോട് എന്ന പോലെ എന്നോട് ആദ്യം പെരുമാറിയത് നിങ്ങളാണ്. ഒരു മനുഷ്യനോട് എന്ന പോലെ എന്നോട് ആദ്യം പെരുമാറിയത് നിങ്ങളാണ്. എത്ര ക്രൂരനായിട്ടുള്ള വ്യക്തിയാണല്ലോ, എത്ര വിക്കഡായിട്ടുള്ള ആളാണല്ലോ, എത്ര വീണുപോയതായിട്ടുള്ള മനുഷ്യനാണല്ലോ, ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുകമ്പ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹം ആഗ്രഹിക്കുന്നു. ഇത് ഈ ലോകത്തിൽ നൽകി കൊടുക്കുവാൻ ക്രിസ്തീയ സമൂഹത്തിനല്ലാതെ ആർക്കാണ് കഴിയുക? ഈ മൂല്യങ്ങളെ മനസ്സിലാക്കുന്നതായുള്ള നമ്മോടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ പരിശുദ്ധാത്മാവിനാലാണ് ഉൽപ്പാദിതമായിരിക്കുന്നത്. അവളെ ചേർത്തുകൊള്ളുക. ഇന്ന് ഈ ലോകത്തിൽ ദൈവത്തെ ചേർത്തുകൊള്ളുവാൻ, മനുഷ്യരെ ചേർത്തുകൊള്ളുവാൻ നമുക്കിടയായിട്ട് തീരണം. ഫസ്റ്റ് കമ്മ്യൂണിക്കൻസ് ഇന്ന് ആദ്യമായിട്ട് കർത്താവുമായുള്ള സംസർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പ് വിത്ത് ദ ലോർഡ് ആൻഡ് മാസ്റ്റർ ജീസസ് ദ ക്രൈസ്റ്റ്. And that communion relationship is also asking you to have a fellowship with your human beings, because that's the way the Lord is dealing with each person. Everybody is wanted, and only you can recognize it because you are in relationship with Jesus, who came down to this world. And therefore, when you say that you renounce Satan and believe in Jesus Christ, remember that you are called to become communicant members of the church, to have holy communion with Him all through the days of your life. Do this in remembrance of me. And that is also giving you the task to have fellowship with your fellow beings, so that they are precious, because they are precious in the sight of God. You are precious, they are precious, and only together we can be there in the kingdom of God. We are all called out, separated, sanctified, to be God's children in order to see that the kingdom of God is established on earth. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചതായുള്ള കർത്താവായ യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത്, ഞാൻ നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്, ഞാൻ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് തീരുവാനായിട്ടാണ്. There are lots and lots of things that are being done through this parish. I know about it. But let me tell you that each one of you is called out and separated to carry out God's purpose. What's the purpose of being a human being? The purpose is to obey the Creator God and to be in His purpose. To obey the Creator God
and to be in His purpose.